അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് കുക്കിങ്ങോ ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ നല്ല ക്വാളിറ്റിയും പിന്നെ അധിക റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തിട്ടൊന്ന് കണ്ടുനോക്കട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടുനോക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും കൂടെ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അധികം റേറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ മാറാല പൊടികളൊക്കെ തട്ടാൻ പറ്റിയിട്ട് ഉള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറാല പുളി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതുപോലത്തെ സംഭവം കണ്ടിട്ട് ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് ഇതിന് പിന്നെ എന്താ പറയുക ടൈറ്റാക്കി കൊടുക്കുക ചെയ്യട്ടോ. എന്നാൽ ടൈറ്റാക്കിയിട്ട് നമുക്കിത് വലിപ്പം കൂട്ടി കൊടുക്കുക. നമ്മൾ മാറാലൊക്കെ തട്ടുന്ന കൊള്ളില്ല, അതുപോലെ തന്നെ ഇത് നമുക്ക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. വലിച്ചാൽ നമുക്ക് മേലൊക്കെ കൈ എത്താത്തോടത്തൊക്കെ മാറാല തട്ടാനായിട്ട് പറ്റും. വലിയ തന്നെയാണ് കേട്ടോ സംഭവം. ഇത് നമുക്ക് നല്ല മാറാലപ്പുള്ളി പോലെ തന്നെ ഇങ്ങനെ നീട്ടി വലുതാക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്കിതിങ്ങനെ വളച്ചൊക്കെ കൊടുക്കാം. ഫാനൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വളച്ചിട്ടും തിരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറാല തട്ടലും പൊടി തട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ നമുക്ക് കവറിലാക്കി സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഫാന് തട്ടാനുള്ളതിൽ വാങ്ങിയതാണ്. അപ്പോൾ ഫാന് തട്ടിനേക്കാട്ടി എനിക്ക് ഉപകാരമായി തോന്നിയത് ഇപ്പോൾ മാറാലൊക്കെ തട്ടാനും പൊടി തട്ടാനൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ലിങ്ക് കൊടുക്കട്ടെ. ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെ ലിങ്കും ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് പാത്രമൊക്കെ കഴുകാൻ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ എന്താ പറയുക ക്ലോത്തില്ലേ. ക്ലോത്ത് മീൻസ് നമ്മൾ പിന്നെ സ്പോഞ്ചൊക്കെ ഉപയോഗിക്കില്ല, അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലോത്തായിട്ടത്. ക്ലോത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമ്മൾ സ്ക്രബ്ബറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പിന്നെ 10 അട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 10 106 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മീഷോന്നാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല സംഭവമാണ് കേട്ടത്. അപ്പോൾ ഇത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. അപ്പോൾ നമ്മൾ സാധാ സ്ക്രബ്ബർ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നൂരുമ്പി അതിൻ്റെ സ്റ്റീലും കാര്യങ്ങളൊക്കെ അങ്ങനെ ദ്രവിച്ച് പോകില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾക്ക് കഴുകിയിട്ട് നമുക്ക് അവിടെ നിന്ന് തൂക്കിയിട്ടായിട്ട് അതിൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങനെ അബ്സോർബായി പോവുകയും ചെയ്യും. സാധാ ക്ലോത്ത് ആകുമ്പോൾ ഈർപ്പം വെള്ളമൊക്കെ അതിൽ നിന്നിട്ട് പിന്നെ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവം സ്ക്രബ്ബർ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ക്രബ്ബർ. ഇതിപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഇതുപോലെ ഹാങ് ഇടാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളാം. അപ്പോൾ എനിക്ക് കിട്ടി 106 രൂപയാണെങ്കിലും ചിലപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്രഷാണ്. ഈ 3 ബ്രഷാണ് വരുന്നത്. ഈ 3 ബ്രഷിന് വരുന്നത് 69 രൂപ കേട്ടോ വരുന്നത്. ഇത് ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിനിപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ഒന്ന് നമ്മൾ ആ ബ്ലാക്ക് കളറിലുള്ള സാധാ ബ്രഷ് പോലെ നമുക്ക് തോന്നും, പക്ഷേ സാധാ ബ്രഷിനെക്കാട്ടി നല്ല ഒന്ന് എന്താ പറയുക ഹാർഡായിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. പിന്നെ 2 ബ്രഷ് റെഡും എല്ലാം വരുന്നത് അതിൻ്റെ ബ്രഷിൻ്റെ ആ ഭാഗം സ്റ്റീലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റീലാണ്. നമുക്ക് പൈപ്പിൻ്റെ ഇടയിലും ടൈൽസിൻ്റെ ഇടയിലൊക്കെ ഉരച്ച് കളയാനായിട്ട് പറ്റും. അടിപൊളിയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇതുപോലത്തെ 2 ഗ്ലൗ ആണ് കേട്ടോ. അത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആട്ടത് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ജനൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടച്ചെടുക്കാനായിട്ട് പൊടിയൊക്കെ ഇതിലങ്ങോട്ട് അബ്സോർബ് ആയിക്കോളും. നല്ല സംഭവമാണ് കേട്ടത്. അപ്പോൾ ഇതിന് 75 രൂപ ആട്ടോ വരുന്നത്. പിന്നെ 2 എണ്ണം നമ്മൾ 2 കൈയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇത് നമുക്ക് വെള്ളം നനച്ചിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഈ ഗ്ലൗ നമ്മൾ കയ്യിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ ഫീൽ ചെയ്യാം അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇതുപോലത്തെ 2 റോളാട്ടോ. അപ്പോൾ ഈ റോള് വരുന്നത് പേപ്പർ വിത്ത് മൈക്രോ ഫൈബർ പിന്നെ എന്താ പറയുക സംഭവമാട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് എണ്ണ കാര്യങ്ങളൊക്കെ ആയ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സംഭവമായിട്ടത്. അപ്പോൾ ഇത് എന്താ പറയുക ഞാൻ 2 കളറായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പിങ്കും ഒരു പിന്നെ ബ്ലൂ അങ്ങനെ എന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ 2 പിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് റോളുമ്പോൾ ഇങ്ങനെ പിന്നെ കട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വലിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പോരുട്ടോ ഓരോന്നായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ നമ്മളിങ്ങനെ പിന്നെ കുക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എണ്ണ കാര്യങ്ങളൊക്കെ ആവുമല്ലോ.
അപ്പോൾ നമുക്ക് ഇത് ഈ പേപ്പർ വെച്ചിട്ട് നല്ലൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ ആ എണ്ണ കാര്യങ്ങളൊക്കെ ഇതിൽ ഈ പേപ്പറിൽ ഇങ്ങോട്ട് പോരും. എന്നിട്ട് നമുക്ക് ഇത് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യട്ടോ, വീണ്ടും യൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് അത് നല്ല എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടത്. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ എണ്ണയൊക്കെ നല്ലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ നമ്മളിതുപോലെ പേപ്പറായിട്ട് നല്ലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ക്ലോത്തിൽ എണ്ണ കാര്യങ്ങളൊന്നും ആകില്ല. ക്ലോത്ത് അങ്ങനെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ അലക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ എന്താ പറയുക പേപ്പറിൽ തന്നെ എണ്ണയൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് നമുക്കൊന്നും നല്ല കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകുമ്പോൾ കുറച്ച് കളറൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ നല്ലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ പേപ്പർ ഇങ്ങനെ കഴുകി നല്ല പിഴിഞ്ഞെടുത്താൽ പിന്നെ നമുക്ക് ആ പേപ്പർ ഉപയോഗിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഞാൻ പിന്നെ എന്താ പറയുക നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒഴിവാക്കട്ടെ. അപ്പോൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് പേപ്പർ പോലെ കത്തിക്കാനും പറ്റും, കത്തിച്ച് ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെ എന്നാലും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ തലേന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ കഴുകിയിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയതെടുത്ത് യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല എന്താ എണ്ണ കാര്യങ്ങളൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല സംഭവമായിട്ടത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു മാറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സിലിക്കണിൻ്റെ മാറ്റാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തി കാര്യങ്ങളൊക്കെ പരത്താനും പിന്നെ മാവ് കുഴക്കാനും കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് ഇങ്ങനെ മാവ് കുഴക്കാനും ഒക്കെ അതിനൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ മീഷോ നട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സിലിക്കണാണ് സംഭവം. ഇതുപോലെ ഞാനിത് പരത്തിയിട്ടിട്ട് ഇതിൻ്റെ മേലാണ് ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇനി അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ടേബിളിൽ വിരിച്ച് അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ യൂസ് ചെയ്താൽ അറിയട്ടെ നമുക്ക്. അപ്പോൾ ഞാനിതുപോലെ എന്താ പറയുക ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലും എല്ലാത്തിലും ഇതിൻ്റെ റിവ്യൂ കുറേ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ സംഭവം സൂപ്പറാണ്. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓയിൽ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഓയിൽ ബോട്ടിൽ. അപ്പോൾ അതിൻ്റെ അടപ്പ് പിന്നെ എന്താ പറയുക കേടന്ന് പോയിട്ടുണ്ടായിരുന്നു. കേട് വരാമെന്ന് വെച്ചാൽ അതിൻ്റെ ആ അടപ്പിൻ്റെ ആ റബ്ബറിൻ്റെ ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നുരുമ്പി ഒഴിവാക്കിയിട്ട് എനിക്കത് പിന്നെ ഒന്നിനെ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബോട്ടിലിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന പിന്നെ അടപ്പുണ്ടത്. അപ്പോൾ ഇത് 2-3 ഒക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഒരു ദിവസം സെർച്ച് ചെയ്തപ്പോൾ ഓഫർ കണ്ടിട്ടോ. 6 എന്തോ റേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ അതിൽ കൊടുക്കട്ടെ റേറ്റ്. അങ്ങനെ 6 ഞാൻ കണ്ടപ്പോൾ പിന്നെ കോംബോ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്താൽ കേട്ടോ. അപ്പോൾ എനിക്ക് 2 ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി അവിടെ ഞാൻ വെച്ചിട്ട്. പക്ഷേ എൻ്റെ അനിയത്തൊക്കെ ഇത് കണ്ടപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പോൾ അവൾക്കും കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ 2 ബോട്ടിലുണ്ട്, 2 ബോട്ടിലും കൂടെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ബോക്സാണ് കേട്ടോ, 6 ബോക്സ് അടങ്ങണതാണ് കേട്ടത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ താഴെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കുമ്പോൾ അത് താഴെ തട്ടി ചീത്ത വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ആ സ്റ്റാൻഡ് ഇങ്ങനെ ബോക്സിനോട് തട്ടി നിൽക്കണില്ല കേട്ടോ, കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കുമ്പോൾ വെള്ളത്തോട് വെക്കുകയാണെങ്കിൽ വെള്ളമൊന്നും ഇങ്ങനെ പിന്നെ ഇത് വെച്ചിട്ടുമ്പോൾ തട്ടിയിട്ട് കേട് വരുമല്ലോ, അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലത്തെ 6 ബോക്സുകളാട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ബോക്സിൻ്റെ അടപ്പൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടാണ്. നമുക്ക് എന്താ പറയുക വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളി തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ട്. 200 സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സെർച്ച് ചെയ്തിട്ട് വാങ്ങട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ചിലപ്പോൾ പിന്നെ എന്താ പറയുക റേറ്റിലൊക്കെ ചെറിയ തോതിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഹുക്ക് പോലെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ലോക്കായി നിൽക്കും, പെട്ടെന്നൊന്നും നമുക്ക് തുറക്കാനൊന്നും കിട്ടൂല കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ, എന്നാലേ പിന്നെ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും നമ്മളെ ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചവരും ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ റിവ്യൂ കൂടെ നമ്മൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്.